Hello my dear students, welcome to Learner's World. In this video, I talk about Toba Texting written by Saadat Hassan Mando, part 3. For one lunatic, the Hindustan-Pakistan issue caused more problems. One day, while he was sweeping, he suddenly stopped working and climbed onto a tree and remained for 2 hours lecturing extensively about Pakistan versus Hindustan. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ആ ഒരു ലൂനാറ്റിക് അസൈലം, ആ ഒരു ഭ്രാന്താലയത്തിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മനോരോഗികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആളുകളെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളും നമ്മൾ പ്രീവിയസ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു മാനസിക രോഗിക്ക് ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കി, കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതായത് അയാൾ എന്താ ചെയ്തത്, ഒരു ദിവസം അയാൾ തറ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജോലി നിർത്തുകയും ഒരു മരത്തിലേക്ക് ഓടിക്കയറി അവിടെ നിന്ന് 2 മണിക്കൂർ പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ പ്രശ്നത്തെ പറ്റി പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. When ordered by the gods to come down, he climbed still higher and said that he did not want to live in India or Pakistan. അങ്ങനെ ഗോഡുകൾ വന്ന് അയാളോട് താഴെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലും ജീവിക്കണ്ട, ആ മരത്തിൻ്റെ മുകളിൽ ജീവിച്ചാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. ഹി വാണ്ടഡ് ടു ലിവ് ഓൺ ദ ട്രീ. അപ്പോൾ അയാൾക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലും ജീവിക്കണ്ട, അയാൾക്ക് ആ ഒരു മരത്തിൻ്റെ മുകളിൽ തന്നെ അവിടെ തന്നെ ജീവിച്ചാൽ മതി എന്നാണ് അയാൾ കൊടുത്ത മറുപടി. ലേറ്റർ ഹി ഡിസെൻഡഡ് ഫ്രം ദ ട്രീ. ഹി ദെൻ embraced his Hindu and Sikh friends and cried bitterly as he thought they would soon go away to India. അങ്ങനെ അയാൾ കുറേ സമയത്തിന് ശേഷം അയാൾ എന്ത് ചെയ്തു, ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി തൻ്റെ ഹിന്ദുക്കളും സിഖുകാരുമായിട്ടുള്ള ഫ്രണ്ട്സിനെ അയാൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം വേഗം തന്നെ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുമല്ലോ എന്നാലോചിച്ചിട്ട് അയാൾക്ക് വിഷമം വന്നു. One morning, a Muslim engineer who used to spend most of his time walking back and forth in a particular part of the garden suddenly removed his clothes and started running about naked. ഇനി പറയുന്നത് വേറൊരു മനോരോഗിയെ കുറിച്ചിട്ടാണ്. അതായത് ഒരു മുസ്ലിം എൻജിനീയർ ആയിരുന്നു അയാൾ. അവിടുത്തെ ഗാർഡനിലെ ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് മിക്കവാറും ആ ഒരു മുസ്ലിം എൻജിനീയർ സമയം ചിലവഴിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ അയാൾ തുണിയെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് നഗ്നനായിട്ട് ഓടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. മുഹമ്മദ് അലി was an active member of the Muslim League, used to have his bath 50 times a day. അങ്ങനെ വേറൊരാളുണ്ടായിരുന്നു മുഹമ്മദ് അലി. അയാൾ മുസ്ലിം ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും 15 പ്രാവശ്യം അയാൾ കുളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് മനോരോഗിയാണ്. സഡൻലി ഹി ഗാവ് അപ്പ് ബാത്തിങ് ഓൾ ടുഗദർ. പെട്ടെന്ന് അയാൾ എന്ത് ചെയ്തു, അയാളുടെ കുളി നിർത്തി. ഹി സെഡ് ഹി വാസ് മുഹമ്മദ് അലി ജിന്ന കോയിദ് ഇ ആസാം. അങ്ങനെ അയാൾ കുളിയൊക്കെ നിർത്തിയിട്ട് അയാൾ പറഞ്ഞു അയാൾ മുഹമ്മദ് അലി ജിന്ന കോയിദ് ഇ ആസാം ആണെന്ന് അയാൾ പറഞ്ഞു. ഫോളോയിങ് ഹിസ് എക്സാമ്പിൾ എ സിഖ് സെഡ് ഹി വാസ് മാസ്റ്റർ താര സിംഗ്. അങ്ങനെ അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിഖുകാരൻ പറഞ്ഞു അയാൾ മാസ്റ്റർ താരാ സിംഗ് ആണെന്ന്. There would be bloodshed and so they were declared dangerous and were confined to separate quarters. അങ്ങനെ അവിടെ ഒരു ബ്ലഡ്ഷെഡ്, അവിടെ ഒരു ചോരപ്പുഴ ഒഴുകാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ രണ്ടുപേരും വളരെ അപകടകാരികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേകം മുറികളിലേക്ക് അവർ രണ്ടുപേരെയും മാറ്റി എന്നാണ് പറയുന്നത്. There was a lawyer from Lahore who became mad because of a tragic love affair. ഇനി ഒരു ലോയറെ കുറിച്ചിട്ടാണ് പറയുന്നത്. അയാൾ പ്രേമപരാജയത്തിൽ മനംനൊന്ത് മനോരോഗിയായിട്ടുള്ള ലാഹോറിൽ നിന്നുള്ള ഒരു ലോയർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളുടെ ലവ് അഫെയർ ഒക്കെ ബ്രേക്കായി. അതിനുശേഷം
അയാളൊരു മനോരോഗിയായിട്ട് മാറി, ഒരു ലോയറാണെന്നാണ് പറയുന്നത്, ലാഹോറിൽ നിന്ന് വന്നിട്ടുള്ള. ഈ വാസ് ടെറിബിളി സോറി ദാറ്റ് അമൃത്സർ ബിക്കെയിം പാർട്ട് ഓഫ് ഇന്ത്യ ബിക്കോസ് ദ ഗേൾ ഹി ലവ്ഡ് വാസ് ഫ്രം ദർ. അപ്പോൾ അയാൾ പറയുന്നത് അമൃത്സർ ഇന്ത്യയിലാണെന്ന് കേട്ടപ്പോൾ നമ്മളുടെ ആ ഒരു ലോയർക്ക് വളരെ ദുഃഖമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അയാൾ സ്നേഹിച്ചിരുന്ന അയാളുടെ ആ ഒരു ലവർ അവിടെ നിന്നായിരുന്നു, അമൃത്സറിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അമൃത്സർ ഇന്ത്യയിലാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമായിപ്പോയി എന്നാണ് പറയുന്നത്. ഓൾദോ ഷി ഹാഡ് റിജക്റ്റഡ് ഹിം ഹി കണ്ടിന്യൂഡ് ലവിങ് ഹെർ. അപ്പോൾ അവൾ ആ ലോയറുടെ ലവറ് അയാളെ ഉപേക്ഷിച്ചിരുന്നെങ്കിലും അയാളിപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹി കേഴ്സ്ഡ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം ലീഡേഴ്സ് ഹു കോസ്ഡ് ദ ഡിവിഷൻ ഓഫ് ദ കൺട്രി. അപ്പോൾ രാജ്യത്തെ വിഭജനത്തിലേക്ക് നയിച്ച ഹിന്ദു മുസ്ലിം ലീഡേഴ്സിനെ അയാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ അവരെയൊക്കെ ശപിച്ചു എന്നാണ് പറയുന്നത്. ഹിസ് ലവർ വാസ് ആൻ ഇന്ത്യൻ ആൻഡ് ഹി വാസ് എ പാകിസ്ഥാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകി, അതായത് ആ ലോയറുടെ കാമുകി ഇന്ത്യക്കാരിയും അയാളൊരു പാകിസ്ഥാനിയും ആയിരുന്നു എന്നാണ് പറയുന്നത്. സം അതേഴ്സ് ട്രൈ ടു കംഫർട്ട് ഹിം ബൈ സെയിങ് ഹി വുഡ് ബി സെൻഡ് ടു ഹിന്ദുസ്ഥാൻ. അപ്പോൾ പലരും അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, അതായത് അവനെ ഇന്ത്യയിലേക്ക് വിടുമെന്ന് പറഞ്ഞു. ബട്ട് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ലിവ് ലാഹോർ ബിക്കോസ് ഹിസ് ലോ പ്രാക്ടീസ് വുഡ് നോട്ട് ത്രൈവ് ഇൻ അമൃത്സർ. അപ്പോൾ അയാൾക്ക് ലാഹോർ വിട്ടു പോകാൻ ഇഷ്ടമല്ലായിരുന്നു, തയ്യാറല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അമൃത്സറിൽ അവൻ്റെ വക്കീൽ പണി ശരിക്കും വളരുകയില്ല എന്ന് അവനെ വിശ്വസിച്ചു. അതിന് ലോയറായിട്ട് അമൃത്സറിൽ അദ്ദേഹത്തിന് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഒരു ലോയർ വിശ്വസിച്ചിരുന്നത്. ഇൻ ദ യൂറോപ്യൻ വാർഡ് ദർ വേർ 2 ആംഗ്ലോ ഇന്ത്യൻസ്. അവിടുത്തെ ഒരു യൂറോപ്യൻ വാർഡ് ഉണ്ടായിരുന്നു. ആ വാർഡിൽ 2 ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. When they came to know that the English had left after giving freedom to India, they were upset. അങ്ങനെ ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ അവർ വളരെ വിഷമത്തിലായിരുന്നു, ആ ഒരു ആംഗ്ലോ ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ മെനി സീക്രട്ട് മീറ്റിംഗ്സ് ദേ ഡിസ്കസ്ഡ് ദെയർ ഫ്യൂച്ചർ സ്റ്റാറ്റസ് ഇൻ ദ അസൈലം. അങ്ങനെ ഒരുപാട് സീക്രട്ട് മീറ്റിങ്സ്, അതായത് രഹസ്യമായിട്ടുള്ള പല മീറ്റിങ്ങുകളും ആ ഒരു ലുനാറ്റിക് അസൈലം, ആ ഒരു ഭ്രാന്താലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് സീക്രട്ട് ഡിസ്കഷൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ ലുനാറ്റിക് അസൈലത്തിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. വുഡ് ദെയർ വാർഡ് ബി റിറ്റൈൻ? വുഡ് ദേ ഗെറ്റ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്? വുഡ് ദേ ബി ഫോഴ്സ്ഡ് ടു ഈറ്റ് ദ ബ്ലഡി ഇൻ ദ ചപ്പാത്തി ഇൻസ്റ്റെഡ് ഓഫ് ബ്രെഡ്? അപ്പോൾ അവരുടെ ഡിസ്കഷൻസിൽ ഉയർന്നു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, അതായത് യൂറോപ്യൻ വാർഡ് ഇനിയും ഉണ്ടാകുമോ, അവർക്ക് രാവിലെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ബ്രെഡിന് പകരം അവർക്ക് ഇന്ത്യൻ ചപ്പാത്തി കഴിക്കേണ്ടി വരുമോ? ഇതൊക്കെ ആയിരുന്നു അവരുടെ ഡിസ്കഷൻസ് എന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു ലുനാറ്റിക് അസൈലത്തിൽ അവർ നടത്തിയിരുന്ന ഡിസ്കഷൻസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. എ സിഖ് who was in the asylum for 15 years kept saying some meaningless sentence to himself. ഇനി പറയുന്നത്, അതായത് ആ ഒരു അസൈലത്തിൽ, ആ ഒരു ഭ്രാന്താലയത്തിൽ 15 കൊല്ലമായിട്ടുണ്ടായിരുന്ന ഒരു സിഖുകാരന് മീനിങ്ലെസ് ആയിട്ടുള്ള ചില സെൻറ്റൻസസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുവിടുമായിരുന്നു എന്നാണ് പറയുന്നത്. He did not sleep either in the day or in the night. The God said he never slept. He did not even lie down. Sometimes he leaned against a wall. അങ്ങനെ അയാൾ രാത്രിയും പകലും ഉറങ്ങാറില്ല. അതുപോലെ ഗോഡ്സ് പറഞ്ഞത് അയാൾ ഒരിക്കൽ പോലും ഉറങ്ങിയിട്ടില്ല എന്നാണ്. അയാൾ കിടക്കുക പോലും ഇല്ല, ചിലപ്പോൾ അയാൾ മതിലിലൊക്കെ ഇങ്ങനെ ചാരി നിൽക്കും എന്നാണ് പറയുന്നത്. His feet and ankles were swollen from too much standing, but he refused to rest. അങ്ങനെ അയാൾ ഒരു റെസ്റ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരേ നിൽപ്പ് കാരണം, അയാളുടെ കാലുകളും കണങ്കാലുകളും തുടർച്ചയായ നിൽപ്പ് കാരണം നീര് വന്ന് വീർത്തിരുന്നു എന്നാണ് പറയുന്നത്. He seriously listened to the talk about partition and then he would repeat his meaningless sentence which ended with the Pakistan government. അങ്ങനെ
അയാൾ വിഭജനത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. എന്നിട്ട് അവസാനം തൻ്റെ പതിവ് അർത്ഥമില്ലാത്ത സെൻറ്റൻസസ് ഉരുവിടുമായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ആ വാചകം അവസാനിച്ചിരുന്നത് ദി പാകിസ്ഥാൻ ഗവൺമെൻറ് എന്നായിരുന്നു. ദി പാകിസ്ഥാൻ ഗവൺമെൻറ് എന്നുള്ള ആ ഒരു വാചകമാണ് അയാൾ ഇങ്ങനെ ഉരുവിട്ടിരുന്നത് എന്നാണ് പറയുന്നത്. ലേറ്റർ ദിസ് ഫ്രേസ് വാസ് റീപ്ലേസ്ഡ് വിത്ത് ദി ടോബ ടെക് സിംഗ് ഗവൺമെൻറ്. പിന്നീട് ആ ഒരു സെൻറ്റൻസ് ദി ടോബ ടെക് സിംഗ് ഗവൺമെൻറ് എന്നായിട്ട് അയാൾ റീപ്ലേസ് ചെയ്തു, മാറ്റി എന്നാണ് പറയുന്നത്. ഈ ബിഗാൻ ആസ്കിങ് പീപ്പിൾ വേർ ടോബ ടെക് സിംഗ് വാസ് ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഹോം ടൗൺ. അപ്പോൾ അയാൾ ആളുകളോടൊക്കെ ചോദിക്കും ടോബ ടെക് സിംഗ് എവിടെയാണെന്ന്. കാരണം ടോബ ടെക് സിംഗ് അയാളുടെ ജന്മസ്ഥലമാണെന്നാണ് പറയുന്നത്. ബട്ട് നോ വൺ കുഡ് ആൻസർ ഹിം. പക്ഷെ ആർക്കും അറിയില്ല ടോബ ടെക് സിംഗ് എവിടെയാണെന്നുള്ളത്, ആർക്കും അറിയില്ല. ഇഫ് സമൺ ട്രൈഡ് ദർ വുഡ് ബി മോർ കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു ടോബ ടെക് സിംഗ് എവിടെയാണെന്ന് പറയാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സിയൽകോട്ട് വിച്ച് വാസ് വൺസ് ഇൻ ഹിന്ദുസ്ഥാൻ ഈസ് നൗ ഇൻ പാകിസ്ഥാൻ. സിയൽകോട്ട് പണ്ട് ഹിന്ദുസ്ഥാനിലായിരുന്നു, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണെന്നാണ് പറയുന്നത്. ടുഡേ ലാഹോർ ഈസ് ഇൻ പാകിസ്ഥാൻ, ബട്ട് ഡസ് എനിവൺ നോ വേർ ഇറ്റ് വിൽ ബി ടുമോറോ? ക്യാൻ എനിബഡി ഗ്യാരണ്ടി ദാറ്റ് ബോത്ത് ഹിന്ദുസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ വിൽ നോട്ട് ഡിസപ്പിയർ സംഡേ? അതായത് ലാഹോർ ഇന്ന് പാകിസ്ഥാനിലാണ്, പക്ഷെ നാളെ അതെവിടെയായിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും ഒരു ദിവസം അപ്രത്യക്ഷമാകില്ല എന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി തരാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിക്കുന്നത്. The man's hair had become thin since he seldom bathed his hair, and beard had become glued together, giving him a fearful look. അപ്പോൾ വളരെ കുറച്ച് മുടി മാത്രമേ അയാളുടെ തലയിലുണ്ടായിരുന്നുള്ളൂ. കുളിക്കാതിരുന്നത് കൊണ്ട് അയാളുടെ താടിയും മീശയും ഒട്ടിപ്പിടിച്ച് ഏതാണ്ട് ഒന്നുപോലെ ആയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അയാളെ കണ്ടാൽ ഒരു ഫിയർഫുൾ ലുക്കായിരുന്നു, ഒരു പേടി തോന്നുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് harmless, and in 15 years he never fought with anyone. The Gauls knew that he was from Toba Tek Singh, where he had some land. അപ്പോൾ അയാൾ ഒരു നിരുപദ്രവകാരിയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആരെയും ഉപദ്രവിക്കാത്ത ഒരാളായിരുന്നു. ഈ 15 കൊല്ലത്തിനിടയിൽ അയാൾ ആരുമായും വഴക്കടിച്ചിട്ടില്ലായിരുന്നു. അയാൾ ടോബ ടെക് സിംഗ് എന്ന സ്ഥലത്ത് നിന്നാണെന്നും ഗോഡുകൾക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ അയാൾക്ക് കുറച്ച് ലാൻഡൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹി ഹാഡ് ബീൻ എ വെൽ ടു ഡു ലാൻഡ് ഓണർ, ദെൻ സഡൻലി ഹി ബിക്കെയിം മാഡ്. അങ്ങനെ അയാൾക്ക് അവിടെ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, നല്ല നിലയിൽ കഴിഞ്ഞ ഒരു ജന്മിയായിരുന്നു അയാൾ. പെട്ടെന്നാണ് അയാൾ മാനസിക രോഗിയായത് എന്നാണ് പറയുന്നത്. ഹിസ് റിലേറ്റീവ്സ് tied him with iron chains and brought him to the asylum. They visited him once a month. Their visit continued until the disturbance began. അങ്ങനെ അയാളുടെ പെട്ടെന്നാണ് അയാളൊരു മാനസിക രോഗിയായത്. ആ സമയത്ത് അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഒരു ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ആ ഒരു ലൂനാറ്റിക് അസൈലത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മാസത്തിൽ ഒരിക്കൽ അവർ അയാളെ കാണാൻ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ വിഭജനത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതുവരെ തുടർന്ന് പോന്നു എന്നാണ് പറയുന്നത്. ഹിസ് നെയിം വാസ് ബിഷൻ സിംഗ്. അയാളുടെ പേരെന്തായിരുന്നു? ബിഷൻ സിംഗ് എന്നായിരുന്നു. ബട്ട് പീപ്പിൾ നൗ കോൾ ഹിം ടോബ ടെക് സിംഗ്. പക്ഷേ ഇപ്പോൾ ആളുകൾ വിളിക്കുന്നത് ടോബ ടെക് സിംഗ് എന്നാണ് അയാളെ വിളിക്കുന്നത്. ദ പാസേജ് ഓഫ് ടൈം ഡിഡ് നോട്ട് മീൻ എനിത്തിങ് ടു ഹിം. ഹി വാണ്ടഡ് ഫോർ ദ വിസിറ്റ് ഫ്രം ഹിസ് റിലേറ്റീവ്സ്. അതായത് സമയത്തിന് ഒട്ടും തന്നെ പ്രാധാന്യം അയാൾ കൽപ്പിച്ചിരുന്നില്ലെങ്കിലും തൻ്റെ ബന്ധുക്കളുടെ സന്ദർശനത്തിനായി അയാൾ കാത്തിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ടൈമിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അയാൾ കൊടുക്കാറില്ല, പക്ഷേ റിലേറ്റീവ്സ് വരുന്നത് അയാൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ബിഫോർ ദെയർ അറൈവൽ ഹി വുഡ് ടെൽ ദ ഗോഡ്സ് ഹിസ് വിസിറ്റ് വാസ് കമ്മിങ്. അങ്ങനെ ആ റിലേറ്റീവ്സ് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ഗോഡിനോട് പറയുമായിരുന്നു സന്ദർശനം ഉടനെ ഉണ്ടാകുമെന്ന്. ഹി ബാത്ത്ഡ്, സ്ക്രബ്ഡ് ഹിസ് ബോഡി വിത്ത് സോപ്പ്, ഓയിൽ ഹിസ് ഹെയർ ആൻഡ് കോംബ്ഡ് ഇറ്റ്, പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് വിച്ച് ഹി ഹാഡ് റിസർവ്ഡ് ഫോർ ദിസ് ഒക്കേഷൻ.
അപ്പോൾ ആ ഒരു റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും, അവർ വരുന്നതിന് മുമ്പ് അയാൾ കുളിച്ച് ദേഹമൊക്കെ നല്ലവണ്ണം സോപ്പിട്ട് കഴുകി മുടിയിൽ എണ്ണ പുരട്ടി ചീകി ഒതുക്കി ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു പ്രത്യേക ഡ്രസ്സ് ഈ റിലേറ്റീവ്സ് അയാളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രമേ ആ ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. വെൻ ദി വിസിറ്റർ സ്പോക്ക് ടു ഹിം ഹി റിമൈൻഡ് സൈലൻറ്റ്, അറ്റ് ടൈംസ് ഹി യൂസ് ടു മട്ടർ ദ മീനിങ്ലെസ് സെൻറ്റൻസ്. അങ്ങനെ ആ റിലേറ്റീവ്സ് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും പറയാതെ അയാൾ കേട്ടിരിക്കും, സൈലൻ്റ് ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അയാൾ തൻ്റെ അർത്ഥമില്ലാത്ത വാചകങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിടുമായിരുന്നു. He had a daughter who was grown up now. She always cried when she saw her father. When the disturbances began, he started asking where Tobatek Singh was. He never got a satisfactory answer. അപ്പോൾ അയാൾക്കൊരു മകളുണ്ടായിരുന്നു. ആ മകളിപ്പോൾ വളർന്നു വലുതായി. തൻ്റെ പിതാവിനെ കാണുമ്പോഴേക്കും അവൾ കരയുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനുബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് തുടങ്ങിയപ്പോൾ അയാൾ ചോദിക്കാൻ തുടങ്ങി ടോബാട്ടിക് സിംഗ് എവിടെയാണെന്ന്. പക്ഷേ അയാൾക്കൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് അയാൾക്കൊരു തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി അയാൾക്ക് ഇതുവരെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല, എവിടെയാണ് ടോബാട്ടിക് സിംഗ് എന്നുള്ളത്. ഈ വിസിറ്റ്സ് ഓൾസോ സ്റ്റോപ്ഡ്. അങ്ങനെ അയാളുടെ വിസിറ്റേഴ്സൊക്കെ വരൽ നിന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ പാസ്റ്റ് ഹി ന്യൂ ബൈ സം ഇമ്പൾസ് വെൻ ദ വിസിറ്റ് വുഡ് കം. അപ്പോൾ പണ്ടൊക്കെ ഏതോ ഒരു പ്രത്യേക കഴിവിൽ സന്ദർശനം എപ്പോൾ ഉണ്ടാകുമെന്ന് അയാൾ പ്രവചിച്ചിരുന്നു. ബട്ട് ഈവൻ ദാറ്റ് ഇന്നർ വോയിസ് നൗ സ്റ്റോപ്ഡ്. പക്ഷേ ഇപ്പോൾ ആ കഴിവിൽ, അതായത് അങ്ങനെയുള്ള ഒരു ഇന്നർ വോയിസ്, അയാളുടെ ഒരു ഉള്ളിലുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതായത് റിലേറ്റീവ്സ് എപ്പോൾ വരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു കഴിവ് ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹി വാണ്ടഡ് ദ വിസിറ്റേഴ്സ്. ദേ യൂസ് ടു ബ്രിങ് ഹിം ഗിഫ്റ്റ് ഓഫ് ഫ്രൂട്ട്, സ്വീറ്റ്സ് ആൻഡ് ക്ലോത്ത്സ്. അപ്പോൾ അയാൾ കാണാൻ വിസിറ്റേഴ്സ് വരണമെന്ന് അയാൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അവർ വരുമ്പോൾ ഫ്രൂട്ട്സും അതുപോലെ സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരും. He was convinced that they could tell him where Tobatek Singh was, whether in India or Pakistan. അതുപോലെ ടോബാടെക് സിംഗ് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് അവർക്കറിയാം എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If